നമ്പ്യാർ. ഇപ്പം കാസർഗോഡ് നിയമ പോരാട്ടത്തിന് പേര് കേട്ടൊരു നാടാണ്. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാക്കാൻ പോയപ്പോൾ ആ ഭരണഘടനയുടെ തലപ്പത്ത് വെച്ചത് കാസർഗോട്ടുകാരനെയാണ്, കാഞ്ഞങ്ങാട്ടുകാരനായ കെ വേണുഗോപാലിനെയാണ്, MK നമ്പ്യാരുടെ മകനാണ്. അപ്പോൾ നമുക്ക് കാസർഗോഡിന് ഒരുപാട് പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. മാത്രമല്ല ആർട്ടിക്കിൾ 39A എന്ന് പറയുന്നത് എല്ലാ പൗരന്മാർക്കും നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ നീതിയിൽ അധിഷ്ഠിതമായ ഒരു രാജ്യത്തിന് മാത്രമേ നിലനിൽക്കാനാവൂ. ഇവിടെ നമ്മുടെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ 1997 ഈ കാണുന്ന ലീഗൽ എയ്ഡ് ക്ലിനിക്ക് പാഠ്യ വിഷയത്തിൻ്റെ ഭാഗമാക്കണമെന്നൊരു റെസൊല്യൂഷൻ പാസ്സാക്കി. അത് വളരെ ന്യായമായ ഒരു റെസൊല്യൂഷനായിരുന്നു. ഇന്ത്യൻ ബാർ കൗൺസിലാണത് പാസ്സാക്കിയത്. 1980 അന്ന് 80കളിലാണ് ആദ്യമായിട്ടൊരു ആശയം വന്നത്. എങ്ങനെയാണ്? ഒരു ലീഗൽ എയ്ഡ് എന്നുള്ളൊരാശയം, അതായത് നിയമോപദേശം കൊടുക്കാനുള്ള ഒരു ലീഗൽ എയ്ഡ് ഇത്തരം ലോ കോളേജുകളുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ള ആശയം 1980 ഉരുത്തിരിഞ്ഞു വന്നു. അപ്പോൾ 1987 ആയപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റി ആക്ട് എന്ന് പറയുന്ന LSA ആക്ട് നിയമമായി വന്നു. അപ്പോൾ ഈ നിയമമായി വന്നതിന് ശേഷമാണ് 1997 ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മുടെ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാക്കണം. എന്താണ് ഈ ലീഗൽ സർവീസ് എയ്ഡ് എന്ന് പറയുന്നത്? നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഭാഗമാക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കി ഇതിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ഇന്ന് നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ലീഗൽ എയ്ഡ് ക്ലിനിക്കിനെ കുറിച്ച് പഠിച്ചിരിക്കണം. അവർക്ക് അതുകൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. കാരണം സമൂഹത്തിൽ ദുർബല വിഭാഗങ്ങൾ ഒരിക്കലുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷവും സ്വാതന്ത്ര്യത്തിൻ്റെ ബാലാരിഷ്ടകൾ ഒരുപാട് കാലം മാറിയിട്ടില്ല. തൊട്ടുകൂടായ്മ, തീട്ടിക്കൂടായ്മ, അതുപോലെ ജാതി വിവേചനം, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാലത്ത് താണ ജാതിക്കാർക്ക് പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ പറ്റില്ല, വഴി നടക്കാൻ പറ്റില്ല. പഴയ സവർണ മേധാവികൾ വരുമ്പോൾ ഹോയ് ഹോയ് വിളിച്ച് മാറ്റി നിർത്തും. മാത്രമല്ല അവർക്ക് പഠിക്കാൻ അനുവാദമില്ല, മുട്ടിന്